എല്ലാവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി നടിമാരാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലതും തുറന്നു പറഞ്ഞിട്ടും ആവശ്യമായ അറ്റൻഷനോ നടപടിയോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഇതൊക്കെ ചർച്ചയാവുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റും എഴുത്തുകാരിയുമായ ജുബിത മാമോക്കോയ ഒരു മകളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും സുധീഷ് തന്റെ ഒപ്പം ഉല്ലാസയാത്രയ്ക്ക് വരണമെന്നും സാജു കുടിയൻ ശരീരം ആവശ്യപ്പെട്ടുവെന്നും വെളിപ്പെടുത്തി. മീനു മുനീർ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ജയസൂര്യയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത്. ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോൾ പിന്നിൽ നിന്ന് ജയസൂര്യ കടന്നു പിടിച്ചുവെന്നും എനിക്ക് താങ്കളിൽ താല്പര്യമുണ്ട്, അടുത്തുള്ളൊരു ഫ്ളാറ്റിലേക്ക് വരികയും സഹകരിക്കുകയും ചെയ്താൽ അതിനുള്ള നേട്ടം മിനുവിനുണ്ടാവുമെന്നും ജയസൂര്യ പറഞ്ഞതായി നടി വെളിപ്പെടുത്തി. കലണ്ടർ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് നടൻ മുകേഷ് താല്പര്യം പറയുകയും അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ സഹകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് നാടകമേ ഉലകം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കടന്നു പിടിച്ചു. അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞാണ് ഇടവേള ബാബു മിനുവിനെ വിളിച്ചത്. അംഗത്വം നേടാൻ ആവശ്യമായ 50,000 രൂപ സഹകരിച്ചാൽ തരണ്ടെന്നും പറഞ്ഞു. ഡാ തടിയ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് മണിയൻപിള്ള രാജു ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കൂടാതെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരും ശാരീരികമായും വാക്കുകൾ കൊണ്ടുള്ള സെക്ഷൽ അബ്യൂസും നേരിടേണ്ടി വന്നുവെന്നും ഇത്തരം ദുരനുഭവങ്ങൾ കാരണം സിനിമാ മേഖല ഉപേക്ഷിച്ചുവെന്നും മിനു മുനീർ വെളിപ്പെടുത്തി. രേവതി സമ്പത്ത് നടൻ സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് തുറന്നു പറഞ്ഞ് രേവതി രംഗത്ത് വന്നിരുന്നു. കൂടാതെ നടൻ റിയാസ് ഖാൻ അനാവശ്യ മെസ്സേജുകൾ അയച്ച് ശല്യം ചെയ്തുവെന്നും അറിയിച്ചു. എന്നാൽ ഇത് 2021 തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടി പറഞ്ഞിരുന്നു. രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ, പേഴ്സണൽ, സ്ട്രേഞ്ച്, സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. രാജേഷ് ടച്ച് റിവർ സംവിധായകൻ, നടൻ സിദ്ദിഖ്, ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ, ഷിജു AR നടൻ, അഫിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ, സോണിയ മൽഹാർ, അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയൻ ചേർത്തല നിന്നെ കണ്ടാൽ റേപ്പ് ചെയ്യാൻ തോന്നും എന്ന് പറഞ്ഞു. മറ്റൊരു യുവ സൂപ്പർ സ്റ്റാർ 2013 തൊടുപുഴ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കടന്നു പിടിച്ചു. എതിർത്തപ്പോൾ പിന്നാലെ വന്ന് മാപ്പ് പറയുകയും വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു. 2013 തൊടുപുഴ ഷൂട്ടിംഗ് നടന്നത് പിഗ്മാൻ എന്ന ചിത്രത്തിനാണെന്നും അതിൽ ഓഫീസ് സ്റ്റാഫായി സോണിയ അഭിനയിച്ചിട്ടുണ്ട്. അതിനാൽ ആ യുവതാരം ജയസൂര്യ ആയിരിക്കാമെന്നും പ്രേക്ഷകർ കരുതുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവസരം തരാമെന്ന് പറഞ്ഞ് നടൻ ബാബുരാജ് ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന് വെളിപ്പെടുത്തി. കൂടാതെ പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് സംവിധായകൻ ശ്രീകുമാർ മേനോനും പീഡിപ്പിച്ചു. ഗീതാ വിജയൻ ചാഞ്ചാട്ടം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ സംവിധായകൻ തുളസിദാസ് മോശമായി പെരുമാറി എന്ന് വെളിപ്പെടുത്തി. ശ്രീലേഖ മിത്ര സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചു.